ഈ വീഡിയോ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അല്ല, മറിച്ച് നീറ്റ് പരീക്ഷയ്ക്ക് പോകുന്ന ദിവസവും അതിനു മുമ്പത്തെ ദിവസങ്ങളിലും നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ആണ്. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടിയുടെ എക്സാം സെന്റർ അറിഞ്ഞ ഉടനെ അവിടെ സന്ദർശിക്കുക എന്നതാണ്. ഇതിലൂടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒന്ന്, നിങ്ങൾ സ്വന്തം വാഹനത്തിൽ ആണ് പോകുന്നത് എങ്കിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താം. മതിയായ പാർക്കിംഗ് സൗകര്യം ഇല്ല എന്ന് തോന്നുന്നു എങ്കിൽ സമീപത്ത് എവിടെയെങ്കിലും ലഭ്യമാണോ എന്ന് നോക്കാവുന്നതാണ്. നിങ്ങൾ ബസ്സിലാണ് വരുന്നത് എങ്കിൽ യാത്ര ചെയ്യാനെടുത്ത സമയം കണക്കാക്കി നിങ്ങളുടെ യാത്ര ക്രമീകരിക്കാവുന്നതാണ്. ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ, എക്സാം സെന്ററിൽ എത്തിയാൽ 3 സ്ഥലങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതാണ്. ഇതിൽ ആദ്യത്തേത് മെയിൻ എൻട്രി, രണ്ടാമത്തേത് ബയോമെട്രിക് ആൻഡ് ഫ്രിസ്കിംഗ് പോയിന്റ്, മൂന്നാമത്തേത് നിങ്ങളുടെ എക്സാം റൂം. ഇതിൽ ആദ്യത്തേത് മെയിൻ എൻട്രി ആണ്. ഇവിടെ വരെ മാത്രമേ നിങ്ങളുടെ പാരൻസിന് പ്രവേശനമുള്ളൂ. മെയിൻ ഗേറ്റിൽ നിങ്ങളുടെ റോൾ നമ്പർ, അലോട്ട് ചെയ്ത റൂം എന്നിവ പ്രദർശിപ്പിച്ചിരിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് റൂം നമ്പർ കണ്ടെത്താവുന്നതാണ്. NTA നിർദ്ദേശിച്ച സമയത്തിനനുസരിച്ച് നിങ്ങൾ എക്സാം സെന്ററിനകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. തിരക്ക് ഒഴിവാക്കുന്നതിനായി എല്ലാ കുട്ടികൾക്കും അകത്തേക്ക് പ്രവേശിക്കാൻ ഒരേ സമയം അല്ല നൽകിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, ഒരു ഫോട്ടോ, കൂടാതെ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡ് എന്നിവ ഉപയോഗിച്ച് അകത്തേക്ക് പ്രവേശിക്കുക എന്നതാണ്. നിങ്ങളെ സഹായിക്കാനായി അധ്യാപകർ, സെക്യൂരിറ്റി ഓഫീസേഴ്സ്, പോലീസ് എന്നിവർ ഉണ്ടായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഐഡന്റിറ്റി കാർഡ് എടുക്കുന്ന സമയത്ത് അത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ഐഡന്റിറ്റി കാർഡ് ആയിരിക്കണം. ഇനി രണ്ടാമത്തേത്, മെയിൻ ഗേറ്റിലൂടെ അകത്ത് കടന്ന് നിങ്ങൾ പ്രവേശിക്കുന്നത് വിശാലമായ ഒരു വെയിറ്റിംഗ് ഹാളിലേക്ക് ആയിരിക്കും. ഇവിടെ ബയോമെട്രിക്, ഫ്രിസ്കിംഗ് എന്നിവയ്ക്കുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഊഴത്തിനനുസരിച്ച് ടീച്ചേഴ്സ് ആദ്യം നിങ്ങളെ തമ്പ് ഉപയോഗിച്ച് ബയോമെട്രിക് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. ഇത് ചെയ്തതോടെ നിങ്ങൾ എക്സാം സെന്ററിൽ റിപ്പോർട്ട് ചെയ്തു എന്ന വിവരം NTAക്ക് ലഭ്യമാകും. ഇവിടെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഒരു ഹോളോഗ്രാം മുദ്ര പതിപ്പിക്കുന്നതാണ്. ഇതിനുശേഷം നിങ്ങളെ ഫ്രിസ്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകും. ഇവിടെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് അനുവദനീയമല്ലാത്ത സാധനങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തും. NTA പറഞ്ഞ പോലെ ഡ്രസ് കോഡ്, മറ്റ് മാർഗനിർദ്ദേശങ്ങൾ എന്നിവ പാലിക്കുക. ഓർമ്മിക്കുക, നിങ്ങളുടെ മതാചാര പ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട്. ഇനി മൂന്നാമത്തെ ഏരിയ, ഫ്രിസ്കിംഗ് ഏരിയയിൽ നിന്ന് നിങ്ങൾ നേരെ പോകുന്നത് നിങ്ങളുടെ എക്സാം റൂമിലേക്കാണ്. ഇതിനായി സൂചകങ്ങളുടെയും ടീച്ചേഴ്സിൻ്റെയും സേവനം ലഭിക്കുന്നതാണ്. റൂമിൽ എത്തിയ ഉടനെ നിങ്ങളുടെ റോൾ നമ്പർ പതിപ്പിച്ച ഇരിപ്പിടം കണ്ടെത്തുക. അവിടെ ഇരിക്കുക. സമയം അറിയാൻ മുൻഭാഗത്ത് ക്ലോക്ക് സജ്ജീകരിച്ചിരിക്കും. നിങ്ങൾ എത്തിയത് വളരെ നേരത്തെയാണെങ്കിൽ നിങ്ങൾക്ക് റൂമിനകത്തും പുറത്തും അത്യാവശ്യം നടക്കാവുന്നതാണ്. കൂടാതെ വാഷ്റൂം, ഡ്രിങ്കിംഗ് വാട്ടർ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും.